സങ്കീർത്തന പുസ്തകം 95 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം, നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടി പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം, ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുകയും കർത്താവിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന ഈ സ്വർഗീയ സംഗീതം എന്ന ശുശ്രൂഷയോട് ചേർന്ന് നമുക്ക് ദൈവ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ഇതാ ദൈവത്തിൻ്റെ വചനം വീണ്ടും സങ്കീർത്തന പുസ്തകത്തിൽ നമ്മോട് പറയുന്നു. 115 സങ്കീർത്തനം 11-12 വാക്യങ്ങൾ. കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹറോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുക, കർത്താവിൽ ആശ്രയിക്കുവിൻ, കാരണം അവിടുന്നാണ് നമ്മുടെ സഹായം, നമ്മുടെ പരിചയം. നമ്മെക്കുറിച്ച്, നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ഇപ്പോൾ ഈ ശുശ്രൂഷയെ പങ്കാളികളാകുന്ന ഓരോ വ്യക്തിയോടും പറയാം, നിന്നെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട്, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ കണ്ണുനീരിനെ കുറിച്ച്, നിന്റെ ജീവിതത്തിൽ ഇന്നിന്റെ തകർച്ചകളെ കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച്, നിന്റെ മക്കളെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച് കർത്താവിന് വിചാരമുണ്ട്. നീ എന്ത് ചെയ്യണം? നീ കർത്താവിൽ ആശ്രയിക്കണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ആകുലതകളെയും വെച്ചു കൊടുത്തുകൊണ്ട് നീ കർത്താവിൽ ആനന്ദിക്കണം, കർത്താവിനെ സ്തുതിക്കണം. ദൈവകൃപയ്ക്കായിട്ട് കാത്തിരിക്കുക. ദൈവം നിന്റെ ജീവിതത്തെ ഇടപെടും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്റെ ഭവനത്തെ ആസ്വദിക്കും. ഇത് കർത്താവിൻ്റെ വാഗ്ദാന വചനമാണല്ലോ. ഈ വചനത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തെ ആശ്രയിച്ച്, ഈ വചനം അനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ വെച്ചു കൊടുത്തുകൊണ്ട് അവിടുത്തെ കൃപയ്ക്കായിട്ട് കാത്തിരിക്കാം. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കർത്താവിലാണ് എൻ്റെ ആശ്രയം. ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണെൻ ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണെൻ ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇപ്രമൽ രക്ഷകൻ വേറെയിൽ ഊഴിയിൽ ഹല്ലേലൂയാ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഊഴിയിൽ ഹല്ലേലൂയാ പാടും ഞാൻ. ചേർന്ന് പാടി. ഇപ്രമൽ രക്ഷകൻ വേറെയിൽ ഊഴിയിൽ ഹല്ലേലൂയാ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഊഴിയിൽ ഹല്ലേലൂയാ. കർത്താവിലാണ് എൻ്റെ ആശ്രയം, കർത്താവിലെന്നും എൻ്റെ ആശ്രയം. ഈശോയേ, കർത്തൃസേവയൊന്നാണെൻ ജീവിതം.
കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും. ഹൃദയങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ, കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിലാണ് എന്റെ ആശ്രയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ ആശ്രയം ദൈവത്തിലും ദൈവനാമത്തിലും ദൈവ ആരാധനയിലാണെന്ന് വിശ്വസിക്കുന്നു. ഈശോയെ ആരാധിക്കട്ടെ, ഈശോയെ സ്തുതിക്കട്ടെ, സർവശക്തിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ആരൊക്കെ ദൈവത്തെ സർവശക്തനായ ദൈവമായിട്ട് അവരൊക്കെ സന്തോഷത്തോടെ ദൈവത്തെ ദൈവ ആരാധനയിൽ പങ്കുവച്ചു. അദ്ദേഹം പറയട്ടെ, എന്റെ ദൈവത്തിലാണ് എന്റെ ആശ്രയം, എന്റെ ദൈവമാണ് എനിക്ക് രക്ഷ, കർത്താവാണ് എനിക്ക് സങ്കേതം. വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായം 10-ാം വാക്യം വചനപ്രകാരം നമ്മോട് പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അപ്പൊ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയൽ വലിയ കാര്യമൊന്നുമില്ല. പലപ്പോഴും നമ്മുടെ തന്നെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി, ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടിയൊക്കെയാ നാം പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുക. ഈ കർത്താവ് നമ്മൾ സ്തുതിക്കുമ്പോഴും നമുക്ക് കിട്ടിയ നന്മകളെ ഓർത്താണ് നാം ദൈവത്തെ സ്തുതിക്കുക. എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചത് നമ്മിൽ നിന്നൊന്നും കിട്ടാൻ വേണ്ടിയല്ല, ഇനി നമ്മിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയതിന്റെ പ്രതിഫലമായിട്ടുമല്ല, മറിച്ച് ദൈവം നമ്മെ രക്ഷിക്കാൻ വേണ്ടി, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ ആഴമോ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈശോ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്ന് തന്നെ തന്നെ സമർപ്പിച്ച് കുരിശിൽ മരിച്ചുകൊണ്ട് ചോര ചിന്തിക്കൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചു. അങ്ങനെയെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. പ്രിയപ്പെട്ടവർ, ഈ സ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് വേണ്ടി മരിച്ചവനാണ് എൻ്റെ ദൈവം, എനിക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചവനാണ് എൻ്റെ ദൈവം. ഈ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഗാനത്തിന്റെ വരികോട് ചേർന്ന് ആനന്ദത്തോടെ നമുക്ക് പാടാം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിൽ ആനന്ദിക്കാം. സ്വന്തം ജീവൻ നൽകി രക്ഷിച്ച ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. തൻ സ്വന്ത ജീവൻ തമ്മ രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖമാളിലും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ലാൻ പോരവാടിക്കേ ചെന്ന് പാടിക്കേ. സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും എന്നെ ഉപേക്ഷിക്കാത്തവൻ തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ലാൻ പോരവാക്കുകൾ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഞാൻ സ്തുതിക്കും, ആർത്തുപാടി ഞാൻ കർത്താവിൽ ഞാൻ ആനന്ദിക്കും, കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. അവൻ എന്നെ രക്ഷിക്കുന്നവനാ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും സന്തോഷത്തോടെ പാടി. ഇത്രമൽ രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്താവിലെന്നും എന്റെ ആശ്രയം. കർത്തൃസേവയൊന്നാണെൻ ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണെൻ
ഉയർത്തട്ടെ, കർത്താവിനെ സ്തുതിക്കട്ടെ. എന്റെ ആശ്രയം ദൈവത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. സന്തോഷത്തോടും ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ അന്ധനായ ബത്തമ്യൂസ് വഴിയരികിൽ കടന്നു പോകുന്ന ഈശോയെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചല്ലോ. അവൻ പറഞ്ഞല്ലോ, യേശുവേ ദാവീദിന്റെ പുത്രൻ എന്നെ രക്ഷിക്കണം. അവന്റെ ആശ്രയം കർത്താവിലായിരുന്നു, അവന്റെ ആശ്രയം യേശുവിലായിരുന്നു. അതാണ് അവൻ ഏറ്റു പറഞ്ഞത്. അത് അവന്റെ ജീവിതത്തില് രക്ഷയായിട്ട് മാറുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വിളിക്ക്, ഈശോയെ വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്, യേശുവേ രക്ഷകാന്ന് വിളിക്ക്, യേശുവേ സൗഖ്യം നൽകുന്നവനെ എന്ന് വിളിച്ചേ. നിന്റെ ജീവിതത്തോട് കർത്താവ് മറുപടി നൽകാൻ ആഗ്രഹിച്ചു. നിന്റെ ജീവിതത്തോട് കർത്താവ് സംസാരിക്കും. ജീവിതത്തിൽ കർത്താവ് ഇടപെടും. ഈശോയെ, 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 ഈശോയെ. സങ്കീർത്തന പുസ്തകം 91 സങ്കീർത്തനം 1 മുതൽ വാക്യങ്ങൾ. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന് തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. നീ കർത്താവിൽ വിശ്വസിക്കുന്നോ? നാം കർത്താവ് വിശ്വസിക്കുന്നോ? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം പറയാണ്, നാം വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യും. ദൈവമാണ് എൻ്റെ സങ്കേതം, ദൈവമാണ് എൻ്റെ കോട്ട. അതാണ് വിശ്വാസത്തിന്റെ ലക്ഷണം. ഇനി അപ്രകാരം ഏറ്റുപറയുമ്പോ, ഏറ്റുപറഞ്ഞ് ആരാധിക്കുമ്പോ എന്ത് വ്യത്യാസമുണ്ട്? ദൈവത്തിന്റെ വചനം പറയുക, അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. വേടന്റെ കെണിയിൽ നിന്ന്, മാരകമായ മഹാമാരിയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ കഴിയുന്നവനാണ് നിന്റെ ദൈവം. ദൈവം നിന്നോട് ആവശ്യപ്പെടുന്ന ഇതാണ്, നീ അവിടുന്ന് ആശ്രയിക്ക്, നീ അവിടുന്ന് വിശ്വസിക്ക്. നിന്നെ രക്ഷിക്കാൻ, നിന്നെ സംരക്ഷിക്കാൻ അവിടത്തേക്ക് ആവുമെന്ന് നീ ഏറ്റുപറയും. നിന്റെ ആരാധനയിലൂടെ, നിന്റെ ജീവിതത്തിലൂടെ, നീ ദൈവത്തിന് വില കൊടുക്കുന്നതിലൂടെ, നീ നിന്റെ ജീവിതത്തിലൂടെ ഏറ്റുപറയും, കർത്താവാണ് എൻ്റെ ആശ്രയം. നിന്നെ കാണുന്ന വ്യക്തിക്ക് മനസ്സിലാകണം, നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ കർത്താവിൽ ആശ്രയിക്കുന്നോ, വിശ്വാസത്തിന്റെ വഴിയിലൂടെ, വിശ്വാസ ജീവിതത്തിലൂടെ ദൈവത്തെ ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നോ, അങ്ങനെയെങ്കിൽ ദൈവവചനം പറയുക, അവിടുന്ന് നിന്നെ കാക്കും. അവിടുന്ന് ഉറക്കം തൂങ്ങില്ല, അവിടുന്ന് ഉദാസീനനാവുകയില്ല. അവിടുന്ന് എപ്പോഴും നിന്റെ കൂടെ വന്ന്, കൂടെ നിന്ന് നിന്നെ കാത്തു സംരക്ഷിക്കും. ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി നാം പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ വിശ്വാസത്തിലാണ് യാത്ര ചെയ്യുന്നെങ്കിൽ, കർത്താവിൽ ആശ്രയിച്ച യാത്ര ചെയ്യുന്നെങ്കിൽ എൻ്റെ ജീവിതത്തെ കാക്കാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ സുരക്ഷിതമായി എൻ്റെ ഭവനത്തിൽ എത്തിച്ചേരും. ഗാനത്തോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയാക്കി വരികൾ മാറ്റാം. നമുക്ക് അനുഗ്രഹമായിട്ട്, രക്ഷയായിട്ട് മാറട്ടെ. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെൻ, വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. വൻപിര പോലോരോ ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലിൽ എല്ലാം മാറിടും. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെൻ, വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. വൻതിര പോലോരോ ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലി എല്ലാം മാറിടും. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. സങ്കേതം. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. പാടി
പാടിക്കേ, കർത്താവിലാണ് എൻ്റെ ആശ്രയം. കർത്താവിലെന്നും എന്റെ ആശ്രയം. ഈശോയെ ഞാൻ ആശ്രയിക്കും. സേവയൊന്നാണെൻ ജീവിതം. ഈശോയെ കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കർത്താവിലെന്നും എന്റെ ആശ്രയം. കർത്തൃസേവയൊന്നാണെൻ ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. നിങ്ങൾ ഉയരട്ടെ, കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിന്റെ ആശ്രയം പ്രഖ്യാപിക്കട്ടെ, കർത്താവിന്റെ നാമം യേശുനാമം വിളിക്കട്ടെ. കർത്താവ് നാം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുന്നുള്ള ദൈവവചനത്തെ വിശ്വസിച്ച് വിളിക്കണം. ഈശോയെ ഈശോയെ യേശുവേ യേശുവേ ഈശോയെ 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 രക്ഷിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കുന്ന ദൈവമേ, നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കും. നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ നീ അനുഗ്രഹിക്കും. നിന്റെ ജീവിതത്തിൽ നീ ഇടപെടണേ. ഈശോയെ 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 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 15-16 വാക്യങ്ങൾ. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളങ്കയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ഇത് നമ്മെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ വാക്കുകൾ നമ്മോട് പറയുക. നമ്മുടെ പ്രിയപ്പെട്ട അമ്മ നമ്മെ മറന്നാലും, സഹോദരങ്ങൾ നമ്മെ മറന്നാലും, നമ്മെ സ്നേഹിക്കുമെന്ന് നാം വിചാരിക്കുന്ന വ്യക്തികൾ നമ്മെ തള്ളിക്കളഞ്ഞാലും കർത്താവിന് നമ്മെ തള്ളിക്കളയാൻ സാധിക്കുകയില്ല. കാരണം നാം അവിടുത്തെ സ്വന്തമാണ്. അങ്ങനെയെങ്കിൽ ഈ ഗാനത്തിൻ്റെ വരികൾ നമ്മൾ ചേർന്നു പാടി ഈ വിശ്വാസം പ്രഖ്യാപിക്കുക. എൻ്റെ ദൈവം ഒരിക്കലും എന്നെ തള്ളിക്കളയില്ല. എൻ്റെ സ്വന്തക്കാര്, എൻ്റെ ബന്ധക്കാര്, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ തള്ളിപ്പറഞ്ഞാൽ പോലും എൻ്റെ ഈശോ എന്നെ തള്ളിക്കളയില്ല. ഒരിക്കലും തള്ളിക്കളയാത്ത എൻ്റെ കർത്താവിലാണ് എൻ്റെ ആശ്രയം പ്രഖ്യാപിച്ചുകൊണ്ട് ഗാനത്തിൻ്റെ വരികോട് ചേർന്ന് പാടുന്നു. വിശ്വാസം ഉറക്കട്ടെ, ഞാൻ എപ്പോഴും എന്നെ ഒരിക്കലും തള്ളിക്കളയാത്ത എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകും. ഗാനത്തിൻ്റെ വരികോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ സ്വന്ത ബന്ധുമിത്രമേ വരും, എന്നെ കൈവിട്ടാലും ഖേദമെന്തിനായി? കൈവിടില്ലെന്നുതൻ വാഗ്ദത്തമുള്ളതിൽ ആശ്രയിച്ചെന്നും ആശ്വസിക്കും ഞാൻ. എൻ സ്വന്ത ബന്ധുമിത്രമേ വരും, എന്നെ കൈവിട്ടാലും ഖേദമെന്തിനായി? കൈവിടില്ലെന്നു തൻ വാഗ്ദത്തമുള്ളതിൽ ആശ്രയിച്ചെന്നും ആശ്വസിക്കും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. 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 ഇത്രമൽ രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ സന്തോഷത്തോടെ പാടി ആരാധിച്ച്. ഇത്രമൽ രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. എൻ്റെ ദൈവമേ, ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ പാടും ഞാൻ.
ആരാധിക്കട്ടെ. ഹല്ലേലൂയ എല്ലാ തരങ്ങളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ സന്തോഷത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ സംരക്ഷിക്കുന്ന ദൈവത്തെ എല്ലാവരും സ്തുതിച്ച് ആരാധിക്കട്ടെ. എന്റെ ദൈവം എന്നെ രക്ഷിക്കുന്നവന്, എന്റെ ദൈവം എന്നെ പരിപാലിക്കുന്നവന്, ആ ദൈവത്തിലാണ് എന്റെ ആശ്രയവും എന്ന് പ്രഖ്യാപിച്ചു. കർത്താവായ യേശു ജീവനെ പരിപാലിക്കുന്ന ദൈവമേ മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചു. എന്റെ രക്ഷ എന്റെ കഴിവിലല്ല, ഞാൻ ആശ്രയിക്കുന്നത് എന്റെ ധനത്തിലല്ല, ആശ്രയിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരല്ല, എന്റെ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് രക്ഷയുണ്ട്. സ്വർഗീയ സംരക്ഷണം ദൈവം എന്നെ ശക്തിപ്പെടുത്തുവാണെങ്കിൽ എനിക്ക് വിജയമുണ്ട്. കർത്താവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നിടത്തെല്ലാം ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഈ വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ നാമമാണ് രക്ഷ എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ വിളിക്കട്ടെ. യേശുവേ, യേശുവേ, രക്ഷകനായ ദൈവം, ശക്തനായ ദൈവമേ, ഈശോയേ, 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 നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കർത്താവ് ഞങ്ങൾ സംരക്ഷണമായിട്ട് നിൽക്കുവാണെങ്കിൽ പിന്നെ ഒരു ശക്തിക്ക് ഞങ്ങളെ തകർക്കാനാവില്ല എന്ന് ഞങ്ങൾ അറിയും. ഈശോയേ, ഞങ്ങൾക്ക് കരുതലാണെങ്കിൽ, ഞങ്ങൾക്ക് കോട്ടയാണെങ്കിൽ പിന്നെ ആരും ഞങ്ങൾക്ക് എതിർക്കും. ഈശോയേ, ഈശോയേ, ഇസ്രായേൽ ജനത്തെ അങ്ങ് പൊതിഞ്ഞ് സംരക്ഷിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കും. കർത്താവ് അഗ്നിസ്തംഭമായിട്ട് മേഘത്തണലായിട്ട് ഇസ്രായേൽ ജനത്തോടും കൂടെ അങ്ങ് നടന്നതുപോലെ ഞങ്ങളുടെ ഭവനത്തോടും ഞങ്ങളുടെ ഉദ്യമങ്ങളോടും കൂടെ കർത്താവെ അവിടെ നിന്നാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. കർത്താവെ അങ്ങിൽ ആശ്രയിക്കുന്ന ഒരാൾ പോലും നിരാശപ്പെടുകയുള്ള ദൈവവചനത്തെ വിശ്വസിച്ച് ഒരിക്കലും നിരാശപ്പെടേ. കർത്താവ് ഞങ്ങളുടെ ദൈവാശ്രയത്വത്തിലും ദൈവാരാധനയിലും കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാനൊക്കെ ഞങ്ങളെ പഠിപ്പിക്കണേ. പൂർണ്ണമായും കർത്താവിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണേ. ഈശോയേ, 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 നിന്റെ നാമത്തെ എന്നും വിളിച്ചപേക്ഷിക്കുന്നവരും എന്നും നിന്റെ നാമത്തിന് സാക്ഷ്യം നൽകുന്നവരുമായിട്ട് ഞങ്ങൾ മാറട്ടെ. നിന്റെ നാമത്തിന്റെ മഹത്വമായി ഈശോയേ, ഈശോയേ, രക്ഷിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കുന്ന ദൈവമേ, ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന, ഈ കൂട്ടായ്മയോട് ചേർന്ന് ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈശോയെ, രോഗപീഠങ്ങൾ എടുത്തു മാറ്റണേ. സാമ്പത്തിക ക്ലേശങ്ങൾ വിടുതൽ നൽകണേ. ഈശോയെ, ബന്ധ തകർച്ചകളിലേക്ക് അവിടുത്തെ ശക്തി കടന്നു വരണം. വെറുപ്പ്, വിദ്വേഷങ്ങൾ, കലഹങ്ങൾ മാറട്ടെ. സന്തോഷം ഉണ്ടാകട്ടെ. പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ഐക്യം ഉണ്ടാകട്ടെ. കുടുംബങ്ങളിൽ സന്തോഷം ഉണ്ടാകട്ടെ. ഈശോയെ, 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 നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരിലും നിന്റെ നാമം അനുഗ്രഹമായിട്ട് മാറട്ടെ. ഈശോയെ, നിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.